എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 30 ഡേയ്സ് ചലഞ്ചിന്റെ 3-ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് പഠിക്കാം അല്ലേ? അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പഠിക്കുന്ന ലെറ്റർ ആണ് അം. സ്വരാക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ മുകളിൽ ഒരു കുത്തിട്ടാ മതി. അം. ഓക്കെ. ഇനി അമ്മിന്റെ ചിഹ്നം എന്താണ് നിങ്ങൾക്ക് അറിയാവോ? ഹിന്ദിയില് മുകളിൽ സ്ലീപ്പിംഗ് ലൈനിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇടുന്നതാണ് അമ്മിന്റെ ചിഹ്നം. മലയാളത്തിൽ ചെറിയൊരു പൂജ്യവും. ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ അമ്മിന്റെ ചിഹ്നം ഇട്ട് നോക്കാം. കായുടെ മുകളില് അമ്മിന്റെ ചിഹ്നം ഇട്ടാൽ കം. പായുടെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാൽ പം. സം. ഫസ്റ്റ് ലെറ്റർ ആണ് ഖ, നഖം. ഓക്കെ. നെക്സ്റ്റ് ഗ, ഗംഗ, ഗായത്രി, അഗ. നെക്സ്റ്റ് നമ്മള് മേഘം, ഗ. മേഘം എന്നൊക്കെ എഴുതുന്ന ഗ, ഘടികാരം. അപ്പോ ഈ ഗായെ പോലെ തന്നെ എഴുതുന്ന ഒരു ലെറ്റർ ഉണ്ട്, അത് മിക്ക കുട്ടികൾക്കും മാറിപ്പോവാറുണ്ട്. ആ ലെറ്റർ ആണ് ധ, ധനത്തിന്റെ ധ. ഇവിടെ സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ മാത്രമേ സ്ലീപ്പിംഗ് ലൈൻ വരികയുള്ളൂ. പക്ഷെ ഘടികാരത്തിന്റെ ഗ അതിലോ മുകളിൽ ക്ലോസ്ഡ് ആണ്. ഓക്കെ. ഈ ധയാണെങ്കിൽ സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ മാത്രമേ സ്ലീപ്പിംഗ് ലൈൻ വരുള്ളൂ, ധനത്തിന്റെ ധ. അപ്പൊ ഗായും ധായും തമ്മിൽ തെറ്റിപ്പോരുത്. ഇനി ധായുമായിട്ട് സാമ്യമുള്ള അടുത്ത ലെറ്റർ ആണ് ഛ, ഛത്രം, ഛതരി എന്നൊക്കെ എഴുതുന്ന ഛ, സെക്കൻഡ് ഛ. ഓക്കെ. ഗ, ധ, ഛ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ലെറ്റർ നോക്കാം. അടുത്ത ലെറ്റർ ആണ് ഡ. ഏതാണ് ഈ ലെറ്റർ? ഡ. ഒന്നുകൂടെ എന്റെ ഒപ്പം പറയൂ, ഡ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ലെറ്റർ നോക്കാം. ഇത് ഏത് ലെറ്റർ ആണ്? ജ, ജാർഖണ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജാർഖണ്ഡ്. നെക്സ്റ്റ് ലെറ്റർ ആണ് ത, ത, തത്ത അല്ലെങ്കിൽ തല എന്നൊക്കെ പറയുന്ന ത. നെക്സ്റ്റ് ലെറ്റർ ദ, ദയ, ദീപക്, ദിനം, ദ. അടുത്ത ലെറ്റർ നോക്കാം. ഭ, ഭാരത്, ഭായി എന്നൊക്കെ പറയുന്ന ഭ. ദ, ഭ. ദായും ബായും മലയാളത്തിൽ എഴുതുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അടുത്ത ലെറ്റർ ആണ് ഷ. ലെറ്റർ ഏതാണ്? ഷ, ഷ. ഇനി നമ്മൾ ആദ്യം പഠിച്ച ലെറ്റർ ഒന്നുകൂടി നോക്കാം. അം, സ്വരാക്ഷരത്തിലെ അം. ഖ, ഗ, ഗ, ധ, ഛ, ഡ, ജ, ത, ധ, ദ, ഭ, ശ, അം. ആയുടെ മുകളിൽ കുത്തിടുമ്പോ അതാണ് ആയുടെ ചിഹ്നം കേട്ടോ. ആയുടെ മുകളിൽ കുത്തിടുന്നതാണ് ആയുടെ ചിഹ്നം. ഇനി നമുക്ക് അമ്മിന്റെ ചിഹ്നം ഇപ്പൊ പഠിച്ച എല്ലാ ലെറ്റേഴ്സിനും കൂടെ ചേർത്ത് നോക്കാം. ഖായുടെ മുകളിൽ കുത്തിടുമ്പോ എന്താവും? ഖം. ഗായുടെ മുകളിൽ കുത്തിടുമ്പോ ഗം, ഗംഗ എന്നൊക്കെ പറയില്ല, അപ്പൊ ഗം. ഗായുടെ മുകളിൽ കുത്തിടുമ്പോ ഗം, മേഘം, ഗം. അടുത്തത് ധ. ധായുടെ മുകളിൽ കുത്തിടുമ്പോ ദം. നെക്സ്റ്റ് ഛ. ഛായുടെ കൂടെ കുത്തിടുമ്പോ, ഛായുടെ മുകളിൽ കുത്തിടുമ്പോ ചം. ഡായുടെ മുകളിൽ കുത്തിടുമ്പോ ഡം.
ജായുടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം വരുമ്പോ ജം. തായുടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം ഇടുമ്പോ തം. ദായുടെ മുകളിൽ കുത്തിടുമ്പോ ദം. ഭായുടെ മുകളിൽ കുത്തിടുമ്പോ ഭം. ഷായുടെ മുകളിൽ അമ്മന്റെ ചിഹ്നം ഇടുമ്പോ ഷം. ഷായുടെ സ്റ്റാൻഡിങ് ലൈനിന്റെ മുകളിലാണ് കേട്ടോ കുത്തിടേണ്ടത്. അപ്പൊ ഷം. ഇനി നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ടാവും നോക്കാം. ഗാ. ഗായുടെ മുകളിൽ കുത്തു വരുമ്പോ എന്തായി? ഗം. ഗായുടെ കൂടെ ആയുടെ ചിഹ്നം, അപ്പൊ എന്തായി? ഗാ. ഇനി നമുക്ക് ഗമ്മിന്റെ കൂടെ ഗാ ചേർത്ത് കൊടുക്കാം. ഗം പ്ലസ് ഗാ. ഗം എഴുതി, ഗാ എഴുതി, അപ്പൊ എന്തായി? ഗംഗ. ഗംഗ. ഓക്കെ. നെക്സ്റ്റ് ജ. ജായുടെ മുകളില് നമ്മൾ അമ്മന്റെ ചിഹ്നം ഇടുമ്പോ എന്താവും? ജം. ഇത് ഏത് ലെറ്റർ ആണ്? ഡ. ഡായുടെ കൂടെ ആയുടെ ചിഹ്നം വരുമ്പോ ഡാ. ഇനി ജമ്മിന്റെ കൂടെ ഡാ ചേർത്ത് കൊടുക്കുക. ജൺ ഡാ. ജൺ ഡാ. ജണ്ട അല്ലെ? ജണ്ട. ജം പ്ലസ് ഡാ, ജണ്ട. അടുത്തത് പ. താ. തായുടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം ഇടുമ്പോ എന്താവും? തം. നെക്സ്റ്റ് ലെറ്റർ ഗ. പക്ഷെ അത് ഗായുടെ കൂടെ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ ഗ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ പ പ്ലസ് തം പ്ലസ് ഗ എന്താവും? നമുക്ക് എഴുതി നോക്കാം. പ എഴുതി, തം എഴുതി, ഗ. അപ്പൊ പ തം ഗ. പതംഗ്. പതംഗ്. ഓക്കെ. അടുത്തത് ഇത് ഏത് ലെറ്റർ ആയിരുന്നു? ഗ അല്ലെ? ഗ. മേഘം, ഘടികാരം. ഗ. ഗായുടെ മുകളിൽ കുത്തു വരുമ്പോ ഗം. മേഘം. ഗം. അടുത്ത ഇത് ഏത് ലെറ്റർ ആണ്? ട അല്ലെ? ടമാട്ടറിന്റെ ട. അതിന്റെ കൂടെ ആയുടെ ചിഹ്നം കൂടെ വരുമ്പോ ഠ. ഇനി ഗം പ്ലസ് ഠ എന്താവും? ഗം പ്ലസ് ഠ. ഘണ്ഠ. ഗം ഠ. ഘണ്ഠ. നെക്സ്റ്റ് ഇത് ഏത് ലെറ്റർ ആയിരുന്നു? ഛ. ഛത്തരി അല്ലെ? ഛത്ര. അതിന്റെ ഛ. ഛയുടെ മുകളില് അമ്മിന് ചിഹ്നം വരുമ്പോ ചം. ദ അല്ലെ? ദായുടെ കൂടെ ചിഹ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദ. ചം പ്ലസ് ദ എന്ത് വരും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചം എഴുതാം, പിന്നെ ദ. അപ്പൊ ചം പ്ലസ് ദ, ചം ദ. ചന്ത്. ഓക്കെ. ചന്ത്. നെക്സ്റ്റ് ലെറ്റർ ആണ് ഡ. ഡായുടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം വന്നപ്പോ ഡം. ഓക്കെ. ഇനി ഡായുടെ കൂടെ ആയുടെ ചിഹ്നം വരുമ്പോ എന്താവും? ഡാ. അപ്പൊ ഡം പ്ലസ് ഡാ എന്തായി? എഴുതി നോക്കാം. ഡണ്ട. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ ഡം, നെക്സ്റ്റ് ഡാ. ഡണ്ട. ഓക്കെ. ഡണ്ട. ഇനി ഇത് ഏത് ലെറ്റർ ആണ്? ത. തായുടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം വരുമ്പോ തം. ഇനി ഇതേത് അക്ഷരമാണ്? ചിഹ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗ അല്ലെ? തം പ്ലസ് ഗ എഴുതി നോക്കാം. തങ്ക്. തങ്ക് എന്തായി? തങ്ക്. ഓക്കെ. തം പ്ലസ് ഗ, തങ്ക്. അടുത്ത ഈ തായ്ക്ക് പകരം ഭ. ഭാരതത്തിന്റെ ഭ. ഭായുടെ മുകളില് അമ്മിന്റെ ചിഹ്നം വന്ന ഭം പ്ലസ് നേരത്തെ ഇട്ട പോലെ തന്നെ ഗ. ഭം പ്ലസ് ഗ എന്താവും? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. ഭംഗ്. എന്തായി? ഭംഗ്. അടുത്ത നമ്മൾ നേരത്തെ പഠിച്ച ലെറ്റർ ആണല്ലോ. ഏതക്ഷരാണിത്? ഷ.
ഷായുടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം വരുമ്പോ ഷം. ഇനി ഷമ്മിന്റെ കൂടെ ഏത് ലെറ്റർ ആണ്? ഖ. നഖത്തിന്റെ ഖ. ഖാന അല്ലെ? ഖ. അപ്പോ ഷമ്മിന്റെ കൂടെ ഖ ചേരുമ്പോ എന്തായി? എഴുതി നോക്കാം. ശങ് ഖ അല്ലെ? ശംഖ. ശംഖ്. ഓക്കെ. ഇനി നമുക്ക് ഖ, ഖാന അല്ലെ? ആ ഖായുടെ കൂടെ മുകളിൽ അമ്മിന്റെ ചിഹ്നം ചേർത്ത് കൊടുക്കാം. ഖം. എന്തായി? ഖം. അതിന്റെ കൂടെ ഡ. ഡയുടെ കൂടെ ചിഹ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡ. ഖം പ്ലസ് ഡ ഖണ്ഡ്. എന്താവും? ഖണ്ഡ്. ഖം പ്ലസ് ഡ ഖണ്ഡ്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് സർക്കിൾ ചെയ്യാം. ആ, ആ, ഉ, അം. ഈ 3 ദിവസം കൊണ്ട് നമ്മൾ 4 സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ആ, ആ, ഉ, അം. ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാ പഠിച്ചത് നോക്കാം. ക, ഖ, ഗ, ഘ, ക, ഖ, ഗ, ഘ. നെക്സ്റ്റ് ച, ഛ, ജ, ജ. ഒന്നുകൂടി നോക്കാം. ച, ഛ, ജ, ജ. ട, ഠ, ഡ, ത, ദ, ധ, ന. പ, ബ, ഭ, മ. യ, ര, ല, വ, ശ, സ, ഹ. ഇനി നമുക്ക് എല്ലാ അക്ഷരങ്ങളും നോക്കാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, അഹ. ക, ഖ, ഗ, ഘ, ങ. ച, ഛ, ജ, ജ, ഞ. ട, ഠ, ഡ, ഢ, ണ. ത, ഥ, ദ, ധ, ന. പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾ മറക്കാതിരിക്കുക, എഴുതി വെക്കുക ബുക്കില്. എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ റീഡിങ് ബെറ്റർ ആവാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.